ഈ പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് ആളൊരു വലിയ രസികനാണ്. സ്വയം നാറിയാലും കാര്യമില്ല, മറ്റുള്ളവർ താൻ മൂലം ചിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഈ ഷഹബാസ് ഷെരീഫ്. അത് ആദ്യം നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പരസ്യ പ്രസ്താവനയാണ്. അത് പറഞ്ഞത്, ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു, അത് പുലർച്ചെയുള്ള പ്രഭാത നമസ്കാരത്തിന് ശേഷം ആക്രമിക്കാനായിട്ടായിരുന്നു പദ്ധതി. അതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഞങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റിയ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഷഹബാസ് ഷെരീഫ്. പിന്നെ ഇന്ത്യയോട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തുന്ന ഷഹബാസ് ഷെരീഫ് പിന്നീട് ഇന്ത്യയുടെ കാല് പിടിക്കുന്നതും കണ്ടു. ഈ ഇന്ത്യ നമ്മുടെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ സാഹചര്യത്തിൽ വെള്ളം പാകിസ്ഥാന് വലിയ അത്യാവശ്യമാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ തിരിച്ചടി നേരിട്ട സമയത്ത് പോലും തൊട്ട് അടുത്ത നിമിഷം ഇന്ത്യയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്, ഏത് വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുന്ന ഒരു ഷഹബാസ് ഷെരീഫിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ അതേ അടുത്ത സംഭവം ഉണ്ടായേക്കുകയാണ്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച് പോയതിനു ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന അടുത്ത അന്താരാഷ്ട്ര പരിപാടിയാണ് നമ്മുടെ തുർക്കിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഔദ്യോഗിക ഫോറം. അപ്പോൾ അതിൽ വിശിഷ്ടാതിഥികളായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുണ്ട്. അപ്പോൾ ഷഹബാസ് ഷെരീഫും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടൊരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന അതിനോടനുബന്ധിച്ച് തയ്യാറാക്കപ്പെട്ട മുറികളിലാണ് ഓരോ കൂടിക്കാഴ്ചയ്ക്കും വേദി ഒരുക്കിയിരുന്നത്. അപ്പോൾ ഷഹബാസ് ഷെരീഫ് പുടിനെയും കാത്ത് ഏതാണ്ട് 40 മിനിറ്റോളം ഇരുന്നിട്ടും പുടിനെ കാണുന്നില്ല. ഇപ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനുമായിട്ട് പുടിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷഹബാസ് ഷെരീഫിൻ്റെ ക്ഷമ നശിച്ച് നേരെ ആ മുറിയിലേക്ക് അങ്ങ് തള്ളിക്കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ പുടിനുമായിട്ടും എർദോഗാനുമായിട്ടുള്ള സംഭാഷണമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എടുപിടി ചമ്പക്കുളം എന്നും പറഞ്ഞ് പുറത്തിറങ്ങി വരികയും ചെയ്തു. പിന്നാലെ ട്രോളോട് ട്രോളാണ്. കാര്യം ഈ ഷഹബാസ് ഷെരീഫിനെ വെറും പിച്ചക്കാരനെ പോലെ അവഗണിച്ച് കളഞ്ഞു പുടിൻ എന്നുള്ളതാണ് ചിലർ ട്രോളിൽ പറയുന്നത്. ചിലർ പറയുന്നത് ഈ ഡെലിവറിക്ക് വന്ന നമ്മുടെ ഇപ്പോൾ ഫുഡ് ഡെലിവറി ഒരു മേഖലയാണല്ലോ, അതിന് തൊഴിലെടുക്കാൻ വന്നവർ പോലും ഒരു 40 മിനിറ്റ് പോലും ആർക്ക് വേണ്ടിയും കാത്തിരിക്കില്ല. പക്ഷെ അവിടെ പോലും ഷഹബാസ് ഷെരീഫ് ഒരു കാഴ്ചക്കാരനെ പോലെ 40 മിനിറ്റോളം കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവിടെ മറ്റൊരു സാധ്യത കൂടി നമ്മൾ കാണണം. കാര്യം ഇന്ത്യയും റഷ്യയുമായിട്ട് വലിയ ആഴത്തിലുള്ള സൗഹൃദം പങ്കുവെക്കുന്നു. ഇന്ത്യയും റഷ്യയുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനുമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം പങ്കുവെക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ധാരണകളിലേക്കും കരാറുകളിലേക്കും ഇന്ത്യയും റഷ്യയും പോകുന്നു. അപ്പോൾ അതിലുള്ള അസ്വസ്ഥത പാകിസ്ഥാന് കാര്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കൽ കൂടിയായിട്ടാണ് ഷഹബാസ് ഷെരീഫിൻ്റെ ഈ പ്രവൃത്തിയെ ആഗോള സമൂഹം വിലയിരുത്തുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതേപോലെ റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമൊക്കെ വലിയ രീതിയിലുള്ള സൗഹൃദവും വലിയ രീതിയിലുള്ള സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ വൈറലാകുന്ന സമയത്ത് ഒരു കാഴ്ചക്കാരനെ പോലെ ഈ ചന്തയിൽ പോയി നിൽക്കുന്ന കൊതിച്ചുപട്ടിയെ പോലെ വായിട്ട് നോക്കി നിൽക്കുന്ന ഷഹബാസ് ഷെരീഫിൻ്റെ ചിത്രം നമ്മൾ അതിനിടയിൽ കണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ കൂട്ടായ്മയ്ക്കിടയിൽ ഞാനും കൂടി പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് കരുതി ആ ഫോട്ടോ സെഷനിൽ ഇടയ്ക്ക് തല കാണിക്കാനും അദ്ദേഹം മറക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ ഇവരുടെ കൂട്ടായ്മയിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ജാള്യത അദ്ദേഹത്തിന് വലുതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയാണ് ഈ പറയുന്ന സമ്മേളനത്തിൽ അത് പരിഹരിക്കാമെന്ന്, അതായത് പുടിനെ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ എന്ന് കരുതി ചർച്ചയ്ക്കൊക്കെ പോയിരുന്നത്. പക്ഷേ പുടിൻ വെറും ഒരു നിർഗുണനെ പോലെ അദ്ദേഹത്തെ അവഗണിച്ച് കളഞ്ഞു എന്നുള്ളതാണ് വാർത്ത. ഇനി റഷ്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും അത് വലിയ രീതിയിൽ ശിഥിലമാകുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. കാരണം ഇന്ത്യ അമേരിക്കയുമായിട്ട് അടുക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതിയിൽ വലിയ കുറവ് വരുത്തിയിരുന്നു. ഏതാണ്ട് 70% റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നതിൽ നിന്ന് അത് 35% കുറഞ്ഞിരുന്നു. ആ സമയത്ത് അമേരിക്ക ഇന്ത്യയോട് അടുക്കുന്നു. ഇന്ത്യ മറ്റു പല രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് റഫേൽ അടക്കം വാങ്ങുന്നു. പിന്നെ ഇന്ത്യ സ്വയം നിർമ്മിക്കുന്നു, ഈ ആത്മനിർഭർ ഭാരത് പോലെയുള്ള പരിപാടികളുമായിട്ട് പോകുന്നു. അപ്പോൾ റഷ്യയ്ക്ക് അവരുടെ പ്രതിരോധ സാമഗ്രികൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണിയായിട്ട് പാകിസ്ഥാനെ കണ്ടിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിരോധ ഇടപാടുകൾ പാകിസ്ഥാനുമായിട്ട് നടന്നു. ഇപ്പോൾ അവരുടെ സ്വന്തം നിലയിൽ അവർ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന, ചൈനീസ് സഹായത്തോടെ അവർ നിർമ്മിക്കുന്ന J-17 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന് വേണ്ടിയിട്ട് റഷ്യയിൽ നിന്ന് RD-93 എന്ന് പറയുന്ന വിമാന എഞ്ചിൻ വിട്ടുകിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യ കടുത്ത നിലപാട് റഷ്യ അറിയിച്ചു. അവർക്കത് കൊടുക്കേണ്ടതില്ല എന്ന നിലപാട് അറിയിച്ചു. അപ്പോൾ ആ കാര്യത്തിൽ റഷ്യ ഇപ്പോൾ
ഒരു 50-50 സാധ്യതയിൽ നിൽക്കുകയാണ്. പാകിസ്ഥാനെ കൂടുതലായിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ റഷ്യ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനിഷ്ടം കൂടി ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനുണ്ട്. അപ്പോൾ റഷ്യയുമായിട്ട് അങ്ങോട്ട് അടുക്കാനും പറ്റുന്നില്ല, എന്നാൽ റഷ്യയോട്ട് അടുപ്പിക്കുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതിൻ്റെ ജാള്യതയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ നേരത്തെ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ വെച്ച് പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പുടിനോട് വലിയ നന്ദി പറഞ്ഞിരുന്നു. കാര്യം പാകിസ്ഥാനെ വലിയ രീതിയിൽ നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്, അതേപോലെ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ പരിഗണിച്ച് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയ നന്ദി അറിയിക്കുന്നതായിട്ടും അദ്ദേഹം പറഞ്ഞു. അതേപോലെ റഷ്യയുമായിട്ട് സൈനികമായിട്ടും നയതന്ത്രപരമായിട്ടുമുള്ള ബന്ധമൊക്കെ ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ കാലാകാലങ്ങളിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഒരു ഘടകമായി നിൽക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ അവിടെ പൂർണ്ണമായ വിജയം സാധ്യമായില്ല. അതിനിടയിലാണ് പുടിൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് നരേന്ദ്രമോദിയുമായിട്ട് വലിയ ആഴത്തിലുള്ള സൗഹൃദം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും വലിയ അന്താരാഷ്ട്ര പ്രാധാന്യം നേടുന്നു. അപ്പോൾ ഇത് വലിയ രീതിയിൽ പാകിസ്ഥാനെയും ഷഹ്ബാസ് ഷെരീഫിനെ അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളതാണ് വിവരം. അതിനിടയിൽ വന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ പാകിസ്ഥാനിലുള്ള റഷ്യൻ അംബാസഡർ ആൽബർട്ട് പി ഖെറോവ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും രണ്ടുപേരുടെയും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ എത്രയും വേഗം പരിഹരിക്കപ്പെടണം. ഇനി രണ്ടുപേർക്കും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടാത്ത സാഹചര്യമാണെങ്കിൽ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമാണെങ്കിൽ അത് അടിവരയിട്ട് പറയുന്നു, റഷ്യ രണ്ടു കൂട്ടരുടെയും ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധമാണ് എന്നറിയും. അതായത് റഷ്യ അനുവാദം ചോദിക്കുകയാണ്, എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ് ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചാൽ ഞാൻ മധ്യസ്ഥനാകാം. അപ്പോഴും റഷ്യ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ അനുവാദത്തിനായിട്ട് കാത്തു നിൽക്കുന്നു. അപ്പോൾ റഷ്യ അത്രയ്ക്ക് വലിയൊരു പരിഗണനയാണ് ഇന്ത്യക്ക് നൽകുന്നത്. അത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ അതും എല്ലാം കൂടി ചേർത്ത് വലിയ ഈർഷ്യതയും ജാള്യതയും ആ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ ട്രോളിന്റെ രൂപത്തിൽ വീണ്ടും അദ്ദേഹത്തെ കുത്തി നോവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തുർക്കിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത.